ഹലോ, കെ പി ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ചെറിയൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. സൺഡേ ആയിട്ട് നിങ്ങൾക്കെല്ലാം എന്താ സ്പെഷ്യൽ ഉണ്ടായത്? നമ്മളെ സ്പെഷ്യൽ എന്താണെന്ന് വീഡിയോ കണ്ടിരുന്ന് തന്നെ മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? അതന്നെ, നമുക്ക് നല്ല കുഞ്ഞ് മത്തി കിട്ടിയിട്ടുണ്ടായിനെ. അപ്പോൾ പ്രതിയേട്ടൻ പറഞ്ഞു അതിനെക്കൊണ്ട് സ്പെഷ്യലായിട്ട് ഒരു മത്തി ഫ്രൈ ഉണ്ടാക്കി തരാമെന്ന്. അങ്ങനെ നമ്മളെ ഷെഫ് ഇതാ അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് എല്ലാം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഡ്യൂട്ടി ഞാൻ കൃത്യമായി ചെയ്തു കൊടുത്തിട്ടുണ്ട്. മീൻ മുറിച്ച് നല്ല വൃത്തിയാക്കി ക്ലീനാക്കി കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പം വരഞ്ഞു കൊടുക്കണം കേട്ടോ, മസാല പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളെ ഷെഫ് അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എല്ലാം റെഡിയാക്കി കൊണ്ടുവെക്കുകയാണ്. നല്ല പച്ച കുരുമുളക് പറിച്ചിട്ട് വന്നിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് ഇഞ്ചിയും കൂടി ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് നല്ലോണം ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട്. കല്ലിലിട്ട് കുത്തിയാലും മതി. പിന്നെ പ്രതിയാട്ടിന് മടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ട് മിക്സിയിലിട്ട് അടിച്ചതാണ് കേട്ടോ. അപ്പോഴത്തേക്ക് ഞാൻ നമ്മളെ മീൻകുട്ടന്മാരെ നല്ല വരയിലിട്ട് സുന്ദര കുട്ടപ്പനാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചതച്ചെടുത്ത ആ മസാലയിലേക്ക് ബാക്കി മസാലകളും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു, പിന്നെ കുറച്ച് ഉപ്പിട്ട് കൊടുത്തു, പിന്നെ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പം ചിലപ്പം മസാല കുറച്ചല്ലേ ഉള്ളൂ എന്ന് തോന്നും, പക്ഷേ ഇതിന് ഭയങ്കര എരിവാണ് കേട്ടോ. പച്ചക്കുരുമുളകിന് നല്ല എരിവാണ്. ജസ്റ്റ് പ്രതിയായിട്ട് തൊട്ടിട്ടൊന്നും എൻ്റെ നാവിൻ്റെ തുമ്പത്ത് വെച്ച് തന്നെ, പക്ഷേ എൻ്റെ ചുണ്ടും നാവും മൊത്തം ആകെ എരിഞ്ഞ് അങ്ങ് ഇതായിപ്പോയി കേട്ടോ, അത്രയ്ക്ക് എരിവുണ്ട്. അപ്പോൾ ഇതാ നല്ലോണം മസാല അങ്ങ് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മളെ വരഞ്ഞ് വെച്ച നമ്മളെ സുന്ദരക്കുട്ടപ്പന്മാരില്ലേ, ആ സുന്ദരക്കുട്ടപ്പന്മാരുടെ മേത്തേക്ക് അങ്ങ് മസാല നല്ലോണം ഒന്ന് പുരട്ടി കൊടുക്കണം. അപ്പോൾ പ്രതിയായിട്ടിന് ഓരോ മത്തിയായിട്ട് ഇങ്ങനെ എടുത്ത് പുരട്ടി കൊടുക്കുവാനേ. അപ്പം ഞാൻ പറഞ്ഞു എത്ര സമയം വേണം ഇങ്ങനെ പുരട്ടാൻ വേണ്ടിയിട്ട്. അന്നേരം എന്നിട്ട് അത് കുഴപ്പമില്ല, നീന് ലാസ്റ്റ് കാണിച്ചു കൊടുത്താൽ മതി, പിന്നെ ഞാൻ ഇത് മൊത്തം പുരട്ടി കഴിഞ്ഞിട്ട് കാണിച്ചു കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഇതാ ഞാൻ പുരട്ടി കഴിയുന്നവരെ വെയിറ്റ് ചെയ്തു. പക്ഷെ അത് ഫുള്ളായിട്ട് ഞാൻ വീഡിയോ എടുത്തിട്ടൊന്നുമില്ല. അങ്ങനെ എല്ലാം മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പം അതിന് തീരെ കളറില്ല എന്ന് തോന്നി കേട്ടോ. നമ്മൾ മുളക് പൊടി ഇടാണ്ട് ആക്കാനാണ് പ്ലാൻ ചെയ്തത്. പക്ഷേ ഭയങ്കര വെള്ള കളറായിട്ട് തോന്നിയതുകൊണ്ട് തന്നെ ഹൃദയേട്ടൻ അതിലേക്ക് കുറച്ച് പിന്നെ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ടാകുമ്പം അത് കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിൻ്റെ അകത്ത് കൊണ്ടുവച്ചിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഫ്രൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മളെ ദോശക്കല്ലെടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ അകത്ത് ഒരു ഇല വെച്ചിട്ട് അതിൽ എണ്ണ തടവിയിട്ട് നമ്മൾ അതിലാണ് കേട്ടോ മീൻ ഫ്രൈ ചെയ്യാൻ പോകുന്നത്. ഇനി ഏത് മീനായാലും ഫ്രൈ ചെയ്യുമ്പം വാഴയിലയിൽ ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ആ വാഴയില വാടിക്കഴിഞ്ഞിട്ടാകുമ്പോൾ ആ ടേസ്റ്റും കൂടെ ആ മീനിലേക്ക് പിടിക്കും. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇതുവരെ അങ്ങനെ ഫ്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് വാഴയിലയിൽ ഫ്രൈ ചെയ്ത് നോക്കണേ. നമ്മൾ അപ്പുറത്തെ തറവാട്ട് വീട്ടിലെല്ലാം നിൽക്കുമ്പം എപ്പോഴും പിന്നെ അമ്മ അങ്ങനെ തന്നെയാണ് കേട്ടോ ഫ്രൈ ചെയ്യും. അമ്മയായാലും നമ്മളായാലും. പിന്നെ നമ്മൾ ചില സമയത്ത് മീൻ വറുക്കുമ്പോൾ പിന്നെ ഈ മീനിൻ്റെ അടിഭാഗം ദോശക്കല്ലിലും അല്ലെങ്കിൽ പാനിലും ഇങ്ങനെ പറ്റി പിടിക്കൂലേ, ഇത് നമ്മൾ മറിച്ചിടാൻ വേണ്ടി നോക്കുമ്പോൾ പൊട്ടിപ്പോവും അല്ലേ. എനക്കെല്ലാം അങ്ങനെ സംഭവിക്കലുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ ഇലയിലാണ് വറുക്കുന്നതെങ്കിൽ ഈ ഇലയിൽ കിടന്നിട്ട് ഇതിൻ്റെ ഒരു ഭാഗം നല്ലോണം മുരിയും. എന്നിട്ട് ആ മുരിഞ്ഞതിന് ശേഷം നമ്മൾ ഈ ഇലയിൽ നിന്ന് നേരെ കല്ലിലേക്ക് തട്ടിക്കൊടുത്തിട്ട് ഇലയങ്ങ് എടുത്ത് മാറ്റുക. ബാക്കി അതിൻ്റെ അപ്പുറത്തെ ഭാഗം കല്ലിൽ കിടന്നിട്ട് മുരിയും. അങ്ങനെയാണ് കേട്ടോ ചെയ്യുക. അപ്പോൾ ഇതാ പ്രതിയേട്ടൻ നല്ല സ്റ്റൈലായിട്ട് ഓരോന്നോരോന്ന് ഇങ്ങനെ എടുത്ത് വെക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് മീൻ ഇട്ടപ്പാട് എന്നോട് പറഞ്ഞേ സ്ഥലം കഴിഞ്ഞു പോയി ഇനി എവിടെയാ വെക്കുകയെന്ന്. അപ്പം ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ അടുപ്പിച്ചടുപ്പിച്ച് വെച്ചാൽ പോരായിരുന്നു. അതിനെ പോലെ സ്റ്റൈലാക്കിയിട്ട് വെക്കേണ്ടത്. പിന്നെ ഞാനത് നേരെ നല്ല അടുപ്പിച്ച് വെച്ചിട്ട് ബാക്കി മീനും കൂടെ അതിൻ്റെ അകത്തേക്ക് എടുത്തിട്ടിട്ട് ഇതാ എല്ലാം ആ ദോശക്കല്ലിൽ തന്നെ കൊള്ളിച്ചിട്ടുണ്ട്. അപ്പം നമ്മളെ ഒരു ഭാഗം മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇല നേരെ തിരിച്ചിട്ടിട്ട് അപ്പുറത്തെ ഭാഗവും കൂടെ മുരിച്ചെടുക്കണം. അപ്പോൾ ഫോണ് കൈ പിടിച്ചിട്ട് അത് നടക്കില്ല. പ്രതിയാണ് അപ്പുറത്ത് എന്തോ തിരക്കിലാണ്. അങ്ങനെ നമ്മളെ ഫിഷ് ഫ്രൈ എല്ലാം റെഡി ആയിട്ട് ഇതാ ഞാൻ എല്ലാവർക്കും ചോറ് കൂടി എടുത്തുകൊണ്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചോറും പിന്നെ പയറും മെഴുക്കുവരട്ടിയും പിന്നെ നമ്മളെ കൂട്ടുകറി, പ്രതിയേട്ടൻ്റെ ഫേവറേറ്റ് കൂട്ടുകറിയും, പിന്നെന്താണ് പപ്പായ ഇല്ലേ, അത് നമ്മൾ കേബേജ് വറവാക്കുന്ന പോലെ വറവാക്കിയിട്ടുണ്ടായിന്. പിന്നെ ഉപ്പിലിട്ട നെല്ലിക്ക, പിന്നെ ഉപ്പിലിട്ട ലൗലോലിക്ക, പിന്നെ പ്രതിയേട്ടൻ്റെ സ്പെഷ്യൽ മത്തി ഫ്രൈയും കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടി ഇരുന്നിട്ട് ഇതാ ഫുഡ് കഴിക്കലാണ്. അമ്മമ്മയും നന്ദു എല്ലാവരും ഇങ്ങനെ ചോറ് എടുത്തുകൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ ഞാനും കഴിക്കാനിരുന്നു. സമയം 2:30 എങ്ങനെ ആവുന്നുണ്ടായിന്, ഒരുപാട് ലേറ്റായിപ്പോയി. അപ്പം ഞാൻ എന്തായാലും ഫസ്റ്റ് പ്രതിയേട്ടൻ്റെ പിന്നെ മീൻ തന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ വെയിറ്റിങ്ങിലാണ് കേട്ടോ. അപ്പം ഞാനിതാ ചോറും കറികളും എല്ലാം എടുത്തിട്ടുണ്ട്. ചോറ് കുറച്ചും കറികൾ ഒരുപാട് വന്നിട്ടാണ് ഞാൻ കഴിക്കൽ. ഇന്ന് പക്ഷേ തൈരില്ല. തൈര് മസ്റ്റാണ് എനിക്കിപ്പം. ജിമ്മിൽ പോകാൻ തുടങ്ങിയ പിന്നെ തൈര് നിർബന്ധമായിട്ടും കൂട്ടണം എന്ന് പറഞ്ഞുകൊണ്ട് കൂട്ടലുണ്ട്. അപ്പോൾ ഇതാ ആദ്യമായിട്ട് പ്രതിയേട്ടൻ്റെ മത്തി ഫ്രൈ നല്ലോണം പൊരിഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നല്ല കടിക്കുമ്പോൾ നല്ല കിരികിരാന്നുണ്ടായിന്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു.
ദേവൂട്ടിക്കും നന്ദൂനും എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി മത്തി ഫ്രൈയും എൻ്റെ കൂട്ടുകറിയും വറവും എല്ലാം കൂട്ടിയിട്ട് നമ്മൾ എല്ലാവരും കൂടെ അടിപൊളിയായിട്ട് ഫുഡ് കഴിച്ചു. നല്ല അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. അപ്പോൾ മത്തി ഇതുപോലെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പ്രത്യേകിച്ച് വാഴയിലയിൽ ഒന്ന് പൊരിച്ച് നോക്കണം കേട്ടോ, ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതുപോലെ ആരെങ്കിലും ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണോ അല്ലയോ എന്നെല്ലാം ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ ഒരു കുഞ്ഞ് വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതേപോലെ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.